ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് പുതിയൊരു ഐറ്റവുമായിട്ടാണ് കേട്ടോ. ചെമ്മീൻ കറിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. മാങ്ങയിട്ട് ചെമ്മീൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം നമുക്ക്. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അതിനായി ഞാൻ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായത് ഒരു തക്കാളി, ഒരു സവാളയുടെ പകുതി, 2 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചക്കായ, മാങ്ങ, പുളി. പിന്നെ ഇതിലേക്ക് വേണ്ടത് തേങ്ങയാണ്. തേങ്ങ അരയ്ക്കുമ്പോൾ അതിലേക്ക് പെരുംജീരകം, ചെറിയ ഉള്ളി എന്നിവ ചേർത്ത് വേണം അരയ്ക്കാൻ. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാനിതൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വലിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് തക്കാളിയാണ് കേട്ടോ. പിന്നെ അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 2 പച്ചമുളക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് വേണ്ടത് മസാലകളാണ്. അതിന് വേണ്ടി ഞാനിതാ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായി 1/2 ടീസ്പൂൺ പെരുംജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഇട്ട് കൊടുക്കേണ്ടത് മല്ലിപ്പൊടിയാണ്. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് പുളി പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഞെരടി എടുക്കണം കേട്ടോ. അതിനുശേഷം കഴുകി വെച്ച ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാമേ. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചക്കായയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഗ്യാസ് ഓണാക്കി പാത്രം ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. കറി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പം ഞാനിതാ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരു അടപ്പ് കൊണ്ട് മൂടി വെക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ ഒന്ന് അരച്ച് വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് മാങ്ങ വേവുന്നത് വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മാങ്ങ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ച തേങ്ങ ഒഴിച്ച് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് പതിപ്പിച്ചതിന് ശേഷം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കറി ഒന്ന് വറവിടാനായിട്ട് ഞാൻ ഇതാ ഒരു പാത്രം വെച്ച് അതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതിട്ട് കൊടുക്കാം. ഉള്ളി ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് അടുപ്പ് ഓഫാക്കാം. ഇനി കറിയിലേക്ക് 2-3 അല്ലി കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ. കറി പതഞ്ഞ് വരുമ്പോൾ കറിവേപ്പില ചേർക്കുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും ഉണ്ടാവുക. ഇനി കറിയിലേക്ക് വറവിട്ടത് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ചെറിയ ഉള്ളിയിൽ വറവിട്ടെടുത്താൽ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ചെമ്മീൻ കറി ഇതാ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണാം.